നമസ്കാരം. ഇന്നത്തെ പത്രത്തിലൊരു വാർത്തയുണ്ട്. പത്തനംതിട്ട സിവിൽ സർവീസ് സ്റ്റേഷൻ ആ ബിൽഡിങ് അപകടാവസ്ഥയിലാണ്. അതിൽ പെട്ടെന്ന് തന്നെ അവിടുന്ന് മാറണം, അതിൻ്റെ ഫയലുകൾ അങ്ങോട്ട് മാറ്റണം, അല്ലെങ്കിൽ വാടക കെട്ടിടം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അതിലെ ജീവനക്കാർ ഒക്കെ ഭയത്തിലാണ് എന്നൊക്കെയാണ് അതിൽ വാർത്തയിലുള്ളത്. 4 പതിറ്റാണ്ടെന്നൊക്കെയാണ് പത്രത്തിൽക്കാർ എഴുതി വച്ചേക്കുന്നത്. എനിക്ക് പത്രക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ ഈ 4 പതിറ്റാണ്ടെന്നൊന്നും പറഞ്ഞ് എഴുതാതെ 40 വർഷമെന്നങ്ങ് എഴുതിയാൽ കഴിഞ്ഞാൽ പൊതുജനത്തിന് അത് ഒരുമാതിരി മനസ്സിലാകും. ഇപ്പം 40 വർഷത്തെ പഴക്കമുള്ള ഒരു ബിൽഡിങ് പെട്ടെന്ന് ഇതുപോലെ അപകടാവസ്ഥയിലും ഒക്കെ ആകുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എന്ത് കെടുകാര്യസ്ഥതയുണ്ട്, അഴിമതിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും. ഇവിടെ 100 വർഷത്തിന് പഴക്കമുള്ള ബിൽഡിങ്ങും ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നുണ്ട്. 100 വർഷത്തിനും അപ്പുറം ഉള്ള നിർമ്മിതികൾ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ ഉണ്ട്. ഇവിടെ സർക്കാരിൻ്റെ പല ബിൽഡിങ്ങുകളും നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ ഈ ഭിത്തിയിലൂടെ ആല് കിളിച്ചിറങ്ങുകയും പിന്നെ അല്ലെങ്കിൽ തേനീച്ചക്കൂടും, പിന്നെ അവിടുത്തെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ പരിസരത്തൂടെ പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന ഒരു അത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാനും ഇവിടെ ആരുമില്ല. സൂക്ഷ്മക്കുറവാണിത്. അപ്പോൾ ഇവിടെ ഇതല്ല വേണ്ടത്. ഈ സിസ്റ്റമൊക്കെ മാറണം. ഇത് ആരുടെ പൈസയാണ്? നമ്മുടെ ജനങ്ങളുടെ പൈസയാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത്രത്തോളം കെടുകാര്യസ്ഥതയായിട്ട് കാര്യങ്ങൾ നീക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഈ ബിൽഡിങ്ങുകളൊക്കെ നശിക്കുന്നത്. പല സർക്കാരിൻ്റെ പല ബിൽഡിങ്ങുകളുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഇനി ഒരു സിസ്റ്റം വരണം, അത് ജനപ്രതിനിധികൾ ഏറ്റെടുക്കണം. കാരണം ഇനി സർക്കാരിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കുമ്പോൾ അത് റൂഫ് വർക്കും കൂടെ ചെയ്യണം അതിന്. അപ്പം ഈ മഴയും കാറ്റൊക്കെ വെയിലൊക്കെ ഏറ്റ് അതിലെ ഷീറ്റിന് തകരാറ് വന്നാൽ ആ ഷീറ്റ് മാറിയാൽ മതി. ബിൽഡിങ്ങിന് വലിയ കുഴപ്പമില്ലാതെ അത് 80 വർഷം അതിൽ കൂടുതലും ഒരു കുഴപ്പമില്ലാതെ നിൽക്കും. അപ്പോൾ ഈ സിസ്റ്റം മാറണം. ജനങ്ങൾ ഇതൊക്കെ ജനങ്ങളെല്ലാം ഇത് മുഖവിലയ്ക്ക് എടുക്കണം. ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ജനപ്രതിനിധികളുടെ സമക്ഷം ഇത് അവതരിപ്പിക്കണം. എൻജിനീയേഴ്സിന് ഇതിന് ബോധവൽക്കരണം കൊടുക്കണം. അതിൻ്റെ ഫണ്ടും കൂടെ കണ്ടെത്തിക്കൊണ്ട് വേണം ഇനിയുള്ള ബിൽഡിങ്ങുകൾ ചെയ്യാൻ. ഇല്ലെങ്കിൽ നമ്മുടെ പൈസ, ജനങ്ങളുടെ പൈസയാണ് നഷ്ടപ്പെടുന്നത്. അത് സൂക്ഷിക്കാൻ, നല്ല രീതിയിൽ സൂക്ഷിക്കാനുള്ള സിസ്റ്റവും കൊണ്ടുവരണം.